നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിലേക്ക് തന്നെയാണ്. എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് 3 വയസ്സുകാരിയെ കാണാതായി. അമ്മയുമായി യാത്ര ചെയ്ത കുട്ടിയെയാണ് കാണാതായത്. ഇപ്പോൾ ഒരു നമ്പർ കൂടി തന്നിട്ടുണ്ട്. അത് SP ഓഫീസിലെ നമ്പറാണ്. അത് 048426235550. ഈ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നേരത്തെ നമ്മളോട് കുഞ്ഞിൻ്റെ കൊച്ചച്ഛൻ, അച്ഛൻ്റെ സഹോദരൻ പറഞ്ഞത് ഒരു CCTV കിട്ടിയിട്ടുണ്ട് എന്നത്. ഇതെവിടെയാണ് കൃത്യം സ്ഥലം എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ കാണാം. അമ്മയും കുഞ്ഞും കൂടി റോഡിൽ നിന്നിറങ്ങി ഒരു കടയുടെ മുന്നിലേക്ക് കടന്നു പോകുന്നതാണ്. ആ ദൃശ്യം CCTV ഫുട്ടേജാണ്, ഏറ്റവും ഒടുവിൽ വന്നതാണ്. ഇതാ ആ ദൃശ്യങ്ങളിൽ കാണാം അമ്മയും കുഞ്ഞുമുണ്ട്. അത് അംഗൻവാടിയിൽ നിന്ന് തിരുവാങ്കുളത്തേക്ക് വന്ന് തിരുവാങ്കുളത്തു നിന്ന് ഒരു ബസ്സിൽ കയറി ആലുവയിലേക്ക് പോയി, കുട്ടമശ്ശേരിയിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. പക്ഷേ എവിടെ വെച്ചാണ് ഈ കുഞ്ഞിനെ മിസ്സിംഗ് കാണാതായത് എന്നറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അദ്ദേഹം കൊച്ചച്ഛൻ സുമേഷ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സുമേഷ്, ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത് ഇത് എവിടെയാണ് എന്നറിയാൻ കഴിയുമല്ലോ താങ്കൾക്ക്, അല്ലേ? എവിടെയാ അത്? തിരുവാങ്കുളമാണ് സ്ഥലം. തിരുവാങ്കുളത്താണ്. അപ്പൊ ആലുവയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ആ സമയത്താണ് അല്ലേ? ഞങ്ങൾക്ക് തിരുവാങ്കുളം മൂവാറ്റുപുഴ റൂട്ടാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ ഇവിടെ മൂവാറ്റുപുഴ റൂട്ടിൽ നിന്ന് തിരുവാങ്കുളം ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിൽ എത്തിയ സ്ഥലമാണത്. അപ്പൊ ഇവിടുന്നാണ് ബസ്സിൽ കയറിയത്. ഇവിടുന്നാണ് ബസ്സിൽ കയറിയത് അല്ലേ? അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടാണ് തൃപ്പൂണിത്തുറയ്ക്ക് അല്ലെങ്കിൽ ഹിൽപാസിലേക്ക് പോയാലാണ് ആലുവയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നേരത്തെ താങ്കളുടെ ഒരു അയൽക്കാരൻ പറയുകയായിരുന്നു, സജീഷ്, അദ്ദേഹം പറഞ്ഞത് ആലുവയിൽ വരെ ഈ കുഞ്ഞൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അമ്മ പറയുന്നു എന്നാണ്. അത് പക്ഷേ നമുക്കറിയില്ല അത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ കഴിയുമെന്ന്. ചേച്ചി മാറ്റി മാറ്റി പറയുന്നുണ്ട് അല്ലേ? സാധാരണ അമ്മയ്ക്കൊപ്പമാണോ മകള് പോകാറുള്ളത്? അംഗൻവാടിയിൽ നിന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്? അത് തന്നെ. ഞങ്ങളില്ലാത്ത ദിവസങ്ങളിലെല്ലാം ചേച്ചി കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങള് ആയിരിക്കും കൊണ്ടുപോകുന്നത്, വണ്ടിയിലായിരിക്കും പോകുന്നത്. പക്ഷെ അത് വീട്ടിലേക്ക് ആണല്ലോ വരികയും പോവുകയും ചെയ്യുന്നത്. വീടിനടുത്തായിരിക്കും അംഗൻവാടി അല്ലേ? അംഗൻവാടി വീടിന് അടുത്ത് തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോ ഇത്രയും ദൂരം ആലുവയിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നില്ല. അത് ശരി. അത് ചേച്ചിക്ക് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചേച്ചി ചില സമയത്ത് ഒന്നും പറയാതെ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയതാ. അപ്പൊ ഇത് വീട്ടില് അറിഞ്ഞിട്ടും ഇല്ല എവിടേക്കാ പോകുന്നതെന്നല്ലേ? ഇല്ല, പറഞ്ഞിട്ടുണ്ടായില്ല. വീട്ടിൽ പറഞ്ഞത് കുക്കറിന്റെ ഒരു അടപ്പ് ശരിയാക്കാനായിട്ട് ഒന്ന് പുറത്തു പോകുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അച്ഛൻ ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ, ഞങ്ങള് കമ്പനിയിൽ പോയേക്കായിരുന്നു, പണിക്ക് വർക്കിന് വേണ്ടി പോയേക്കായിരുന്നു. അപ്പൊ ചേട്ടൻ എറണാകുളത്തും പോയേക്കായിരുന്നു. ചേച്ചിയും 2 പിള്ളേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. ശരി ശരി. അതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്ന മൊഴിയിൽ പോലീസിനോട് പല കാര്യങ്ങൾ പറയുന്നു എന്ന് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ശ്യാമ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോലീസിന് എവിടെ തുടങ്ങണം എന്നതിലും ഒരു വ്യക്തത വന്നിട്ടില്ല.